ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ പൈപ്പ് വെള്ളവും പൊട്ടി പൈപ്പിൽ വെള്ളവും ഇല്ല. അപ്പോൾ കസ്റ്റമേഴ്സും വരില്ല, ഒന്നുമില്ല. ഭയങ്കര 50% പോലും ഇല്ല. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കാണ് ആദ്യം കോൺട്രാക്ട് കൊടുത്തത്. അത് മാറ്റി 3-4 പേർക്ക് കൊടുത്ത് അവർ പൊളിച്ചിട്ടിട്ട് പോയി. ഇതിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടി ആർക്കും അറിഞ്ഞൂടാ. സൂപ്പർവൈസറിനോട് ചോദിച്ചാൽ സൂപ്പർവൈസറിന് അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ. പണിക്കാരന്മാരെല്ലാം ഹിന്ദിക്കാരന്മാരാണ്. അവന്മാരെ രാവിലെ വന്ന് ഇവിടെ കുഴിക്കണം, അവിടെ കുഴിക്കണം, അവിടെ കുഴിക്കണം. അവന്മാരെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുഴിച്ചിട്ടിട്ട് ഇന്ന് 6-7 ദിവസമായി. എന്തിനു കുഴിച്ചിനും അവർക്കേ അറിയാം. അദ്ദേഹം എന്തായാലും ഇടപെട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഒരു വാർ ഫുട്ടിങ്ങിൽ ചെയ്യാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വാർ ഫുട്ടിങ്ങിൽ ചെയ്യാൻ, കംപ്ലീറ്റ് ചെയ്യാൻ. നമുക്ക് വണ്ടി വയ്ക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം വന്നപ്പോൾ ഞാൻ ബന്ധപ്പെട്ടു. അപ്പോൾ മാർച്ച് 30 തീർക്കുമെന്നാണ് അവർ പറഞ്ഞത്. അതുവരെ ഇദ്ദേഹം ഒന്നും വേണ്ടിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ പറ്റില്ല. ഇനി ഇപ്പോൾ GM വിളിച്ചിട്ടുണ്ട്. ഇത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത കോൺട്രാക്ടർമാരെ കൊടുത്തു. അവരാദ്യം കുറേ കുഴിച്ചിട്ട് പോയി. കമ്മീഷൻ അല്ല, ഞാൻ അതിന് വാർ ഫുട്ടിങ്ങിൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫോളോ അപ്പ് ചെയ്യാം. നമ്മൾ തിരുവനന്തപുരത്ത് കാണുമ്പോൾ ഇത് സ്മാർട്ട് അല്ല, ഒരു അൺസ്മാർട്ട് മാതിരിയാണ് ഈ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഇവിടെ 100 സ്മാർട്ട് സിറ്റീസിൽ തിരുവനന്തപുരമാണ് 66th നമ്പറിലാണ് തിരുവനന്തപുരം. ഞാൻ ഇന്ന് ജനറൽ മാനേജറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു വാർ ഫുട്ടിങ്ങിൽ കംപ്ലീറ്റ് ആവണം. വാർ ഫുട്ടിങ്ങിൽ കംപ്ലീറ്റ് ആവണം. ജനങ്ങൾക്ക് സേഫ്റ്റിയും ഇൻകൺവീനിയൻസ് കാണുന്നില്ലേ, ഈ കടകളെല്ലാം ആൾക്കാർ കസ്റ്റമേഴ്സൊന്നും പോകുന്നില്ല. ഇവിടെ സേഫ്റ്റി പ്രോബ്ലംസും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇതിപ്പോൾ 2 ഏപ്രിലാണ്, 31 മാർച്ച് വരെ സംസ്ഥാന സർക്കാർ ആയിരുന്നു അവർ കംപ്ലീറ്റ് ചെയ്യും. അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്യും. ഇത് കഴിയുന്നവരെ ഞാൻ ഫോളോ അപ്പ് ചെയ്ത് കഴിപ്പിക്കും. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പ്രചരണത്തിനെത്തുമ്പോൾ ഒരുപക്ഷെ തിരുവനന്തപുരത്തുള്ള നഗരവാസികളിൽ നിന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ കേട്ട ഒരു പരാതി സ്മാർട്ട് സിറ്റി പദ്ധതി ഇഴഞ്ഞു പോകുന്നു എന്നത് തന്നെയായിരിക്കും. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ പോലും എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് തിരുവനന്തപുരത്തെ പല വീഥികളിലും പല ഭാഗത്തുമുള്ള നഗര കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിടത്ത് പോലും നമുക്ക് കൃത്യമായ സമയത്ത് എത്താൻ സാധിക്കുന്നില്ല. പലയിടത്തും റോഡുകൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇത് ആരോട് പരാതിപ്പെടും എന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന ഒരു ജനതയ്ക്ക് മുന്നിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ NDA സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് എത്തുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം വന്ന ദിവസം മുതൽ കേട്ട, പ്രചരണത്തിനായി ഇറങ്ങിയ ദിവസം മുതൽ കേട്ട ഏറ്റവും വലിയ പരാതി ഇത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ പിന്നിൽ എന്ന് അറിയാൻ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം ഈ ദിവസം, ഇന്നത്തെ ദിവസം വഴുതക്കാട് ജംഗ്ഷനിൽ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമുള്ള റോഡ് പണി നടക്കുന്നിടത്ത് എത്തി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. എന്തായാലും നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട്, ബാക്കിയുള്ളവരോട് എല്ലാം ഒരു ഉറപ്പ് നൽകുകയുണ്ടായി. ഇനി ഈ കാര്യം എന്താണ് വേണ്ടത് എന്നത് താൻ നോക്കിക്കൊള്ളാം എന്നൊരു ഉറപ്പ് തന്നെയാണ് അദ്ദേഹം നൽകിയത്. നമുക്കറിയാം, പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു ടാഗ് ലൈൻ ആയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ തന്നെ വിശദീകരിക്കുന്ന രീതിയിൽ നമ്മൾ കേൾക്കാറുള്ള ഒരു സംഗതി, ചെയ്യുന്നതേ പറയാറുള്ളൂ, പറയുന്നത് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇനി കാര്യങ്ങൾ നടക്കും എന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഉറപ്പിന്റെ ഒക്കെ ബലത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ നഗരവാസികൾ ഒരു ആശ്വാസം കണ്ടെത്തുകയാണ്. രാജീവ് ചന്ദ്രശേഖർ എത്തി, ഇനി കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് എല്ലാവരും. പലർക്കും കൃത്യമായ സമയത്ത് ജോലിക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത്. 2017 ഫണ്ട് അനുവദിച്ചതാണ്. പക്ഷേ ആ ഫണ്ട് കേരള സർക്കാർ പല രീതിയിൽ വകമാറ്റി ചിലവഴിച്ചതാണ് എന്ന ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും ഇത്ര കാലയളവിനുള്ളിൽ, അല്ലെങ്കിൽ ഇന്ന തീയതിക്കുള്ളിൽ ഈ പദ്ധതി പൂർത്തിയാകുമെന്ന ഉറപ്പ് സർക്കാർ നൽകിയിട്ടുണ്ട് എങ്കിലും, കേരള സർക്കാർ നൽകിയിട്ടുണ്ട് എങ്കിലും അത് വേണ്ട രീതിയിൽ പാലിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും നാളെ നീളെ എന്നുള്ള രീതിയിൽ ഈ ഡേറ്റുകൾ മാറി പോവുകയായിരുന്നു. പല ജില്ലകളിലും, നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമുള്ള പണികളെല്ലാം പൂർണ്ണമായും കംപ്ലീറ്റ് ആവുകയും അവിടെയെല്ലാം ഇതനുസരിച്ച് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമുള്ള ഗതാഗത സംവിധാനങ്ങൾ പ്രവർത്തനത്തിൽ ആരംഭിക്കുകയും ചെയ്യുമ്പോഴും തലസ്ഥാന നഗരത്തിൽ ഇപ്പോഴും സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ നമുക്ക് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങിയ പല ഭാഗത്തും കാണാൻ സാധിക്കും. സ്റ്റാച്യു റോഡിലും റോഡ് കുഴിച്ചിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു സ്ഥലത്ത് പോലും നമുക്കൊരു ഓട്ടോയിൽ അല്ലെങ്കിൽ ഒരു 2 വീലറിൽ പോലും മര്യാദയ്ക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ വഴുതക്കാട് ജംഗ്ഷനിലും റോഡ് കുഴിച്ച് ഇട്ടിരിക്കുകയാണ്. പല വാഹനങ്ങളും വഴിതിരിച്ചാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് തലസ്ഥാനവാസികൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇതിനൊരു പരിഹാരവുമായി തന്നെയാണ് NDA സ്ഥാനാർത്ഥി ഇന്ന് വഴുതക്കാട് എത്തിയത്. ജനങ്ങളെല്ലാവരും അദ്ദേഹം പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ഹലോ, നമസ്കാരം. ഞാൻ രാജീവ് ചന്ദ്രശേഖറാണ്. എന്താണ് മെയിൻ ഇംപെഡിമെന്റ്? അങ്ങനെ സ്ലോ പോകുന്നത് എന്താണ് ഏറ്റവും വലിയ
ചേട്ടയ്ക്ക് വരണം. രാജൻ അതല്ല വേറെ അപ്പൊ ഇത് അതല്ല ഒരു കോൺട്രാക്ടറിന് 13 റോഡാണ് കൊടുത്തിരുന്നത്. അത് മാറ്റി ഇതിപ്പോ ഏപ്രിൽ 31 കഴിയില്ല. ഇത് സ്പീഡാക്കണം. ഇത് ജനങ്ങൾക്കെല്ലാം ഭയങ്കര ഓട്ടോ ഡ്രൈവേഴ്സും ജനങ്ങളെല്ലാം ഇത്. പിന്നെ ഈ രാത്രിയിൽ ഇത് ഭയങ്കര സേഫ്റ്റി പ്രോബ്ലം ഉണ്ടാവും. ആൾക്കാരിങ്ങനെ അത് വാർ ഫുട്ടിങ്ങിൽ ചെയ്യണത്. ശരി, ഓക്കെ. ചെയ്യാൻ പറയുന്നുണ്ട്. അവരുടെ വാർ ഫുട്ടിങ് നമ്മുടെ വാർ ഫുട്ടിങ് കുറച്ച് വ്യത്യാസമുണ്ട്. അവരോട് ഞങ്ങൾ മുമ്പ് സംസാരിച്ച മാർച്ച് 10 തീർക്കുമെന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾ തീരട്ടം ചേർക്കും. ഇനി മിനിസ്റ്ററുടെ ഞാനിവിടെ മാർച്ച് 4 വന്നപ്പോൾ ആദ്യം കണ്ടത് ഇങ്ങനെ ഈ കുണ്ടും കുഴിയും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്താണ് നടക്കുന്നത്, എപ്പോഴാണ് കംപ്ലീറ്റ് ആവാൻ പോകുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇവിടുത്തെ മിനിസ്റ്റർ, സംസ്ഥാന സർക്കാരിൻ്റെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഇത് 31 മാർച്ച് വരെ ഇത് തീരും, ഇത് കഴിയും. ഇന്ന് അപ്പോൾ അതുവരെ ഞാനൊന്നും പറഞ്ഞില്ല. ഇന്ന് 2 ഏപ്രിലിൽ ഞാനിപ്പോൾ ഒരു ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഇത് ഇപ്പോഴും എത്രയോ ഒരു കൺഫ്യൂഷനും ഒരു ഇൻകംപ്ലീറ്റ് സ്റ്റേറ്റസിലാണ്. ഇത് ഒരു വേറൊരു എക്സാമ്പിളാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെയും ഒരു ഇനപ്റ്റ്നെസ്. ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞല്ലോ, ഈ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് ചെയ്ത സർക്കാരിന് സുപ്രീം കോർട്ട് വന്നിട്ട് കാശ് വാങ്ങേണ്ട അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം കാണുമ്പോൾ ഇവിടെ ഒരു മാറ്റം വേണമെന്ന് എനിക്ക് ഒരു മിഷനായിട്ട് ഞാൻ കാണുന്നു.